ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഴം വചനവിചിന്തനത്തിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. വിളവെടുപ്പിൻ്റെ സന്തുഷ്ടിയും ഫലസമൃദ്ധിയുടെ നിറവും തുളുമ്പുന്ന കൈത്താക്കാലത്തിൻ്റെ ചൈതന്യത്തിൽ നാം മുന്നേറുകയാണ്. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ഒരുക്കിയിരിക്കുന്ന തിരുസഭയാകുന്ന തോട്ടത്തിൽ മക്കൾ സർവ്വ ഐശ്വര്യങ്ങളോടുകൂടിയും വളർന്നു പന്തലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ കനിവുള്ള കരുതലുകളാണ് ഇന്നത്തെ വായനകളിലൂടെ തിരുസഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അടിമത്തത്തിൻ്റെ ഇരുളടഞ്ഞ ഈജിപ്തിൽ നിന്നും സമൃദ്ധിയുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് തൻ്റെ ജനത്തെ നയിച്ച ദൈവത്തിൻ്റെ പിതൃഹൃദയമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയായ നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. ഇസ്രായേലേ കേൾക്കുക എന്ന് തുടങ്ങുന്ന തിരുവചന ഭാഗം കേവലം കൽപ്പനകളുടെ നിഷ്കർഷയല്ല, മറിച്ച് വരും തലമുറയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം നൽകുന്ന കരുതലുകളുടെ വചനക്കൂട്ടാണ്. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ചെയ്യേണ്ടതെല്ലാം ദൈവമായ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും കരുപിടിപ്പിക്കേണ്ടത് ഈ കൽപ്പനകളുടെ വെളിച്ചത്തിലാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടെയാണ്. നാട്ടിലും വീട്ടിലും ആത്മാവിലും ആനന്ദത്തിൻ്റെ അമൃത് പെയ്യുന്ന ഈ സഭാകാലഘട്ടത്തിൽ നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവാനുസരണത്തിൻ്റെ ഫലപുഷ്ടമായ മണ്ണിൽ മാത്രമേ അക്ഷയമായ ആത്മീയ സമൃദ്ധി വിളയൂ എന്നാണ്. വഴിതെറ്റിപ്പോകുന്ന മക്കളെ വീണ്ടും ഓർമ്മപ്പെടുത്തലുകളോടെ തേടിയെത്തുന്ന ദൈവത്തിൻ്റെ പിതൃവാത്സല്യമാണ് ഇന്നത്തെ 2ാമത്തെ വായനയായ എസെക്കിയേൽ പ്രവചനം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവം താൻ തിരഞ്ഞെടുത്ത് സ്വന്തമായി വളർത്തിയ ഇസ്രായേൽ ജനം അതിരുകൾ ലംഘിച്ച് അന്ധകാരത്തിലേക്ക് പോകുമ്പോൾ നോക്കിയിരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് സ്നേഹത്തിൻ്റെ താക്കീതുകളോടെ അവരെ തിരികെ വിളിക്കുകയാണ്. വഴിതെറ്റിപ്പോകുന്ന സ്വന്തം ജനത്തിനായി ഒരു കാവൽക്കാരനെ നിയോഗിക്കുന്ന ആകുലനായ പിതാവായി ദൈവം കരുതലൊരുക്കുന്നതാണ് 17-ാം തിരുവചനത്തിൽ നാം കാണുന്നത്. തെറ്റുകളിലേക്ക് വഴിമാറിപ്പോകുമ്പോഴും നമ്മെ ഉപേക്ഷിക്കാതെ കരുതലോടെ ഓർമ്മപ്പെടുത്തലുകളുമായി തെറ്റുതിരുത്താനെത്തുന്ന ദൈവത്തിൻ്റെ ആകുലതയാണ് ഈ തിരുവചനങ്ങളുടെ കാതൽ. നമ്മുടെ പൂർവികരിലൂടെ കാലാകാലങ്ങളായി നമുക്ക് ലഭിച്ച ദൈവാനുഗ്രഹത്തിൻ്റെ വഴിയിൽ നിന്നും അല്പം പോലും വഴിമാറരുത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ 3ാമത്തെ വായനയായ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. 15-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്തു മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ. കൈത്താക്കാലത്തിൻ്റെ ഫലസമൃദ്ധിയിലേക്ക് നമ്മെ നയിക്കാൻ സഭ തരുന്ന ഈ താക്കീതുകൾ നെഞ്ചിലേറ്റി വഴിതെറ്റാതെ അവിടുത്തെ സ്നേഹശാസനങ്ങളെ ശിരസാവഹിച്ച് നമുക്ക് മുന്നേറാം. ഇങ്ങനെ ദൈവകൽപ്പനകളുടെ ചുവട് പിടിച്ച് ദൈവരാജ്യം ലക്ഷ്യമാക്കിയുള്ള ഈ യാത്രയിൽ വഴിതെറ്റാതിരിക്കാനും യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും ശ്രദ്ധ പതറാതിരിക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിലെ പാലസ്തീനിൽ ബാങ്കുകളോ സുരക്ഷിതമായ ലോക്കറുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കാലഘട്ടത്തിൽ റോമൻ അധിനിവേശം പാലസ്തീനായുടെ അനുദിന ജീവിതത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. റോമിനു വേണ്ടി നികുതി പിരിക്കുന്നവരുടെ ചൂഷണം, ഇടയ്ക്കിടെ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ, അവർ തമ്മിലുള്ള മുറുമുറുപ്പുകൾ, കവർച്ചക്കാർ, ഇവയെല്ലാം അവരുടെ അനുദിന ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളായിരുന്നു. കൊള്ളക്കാരിൽ നിന്നും നികുതി പിരിക്കുന്നവരിൽ നിന്നും തങ്ങളുടെ സ്വത്തും അമൂല്യ രത്നങ്ങളുമൊക്കെ സംരക്ഷിക്കാൻ യഹൂദന്മാർ തങ്ങളുടെ പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും മൺപാത്രങ്ങളിലാക്കി സ്വന്തം വയലുകളിലോ ആരും കാണാത്ത ഇടങ്ങളിലോ കുഴിച്ചിടുകയായിരുന്നു പതിവ്. അന്നത്തെ റബീനിക നിയമങ്ങൾ അനുസരിച്ച് ഒരാൾ ഒരു വയൽ വിലയ്ക്ക് വാങ്ങിയാൽ ആ വയലിൻ്റെ ഉപരിതലവും അതിന് അടിയിലുള്ള സകലതും വാങ്ങിയ ആൾക്ക് സ്വന്തമാകും. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ആ തൊഴിലാളി നിധി കണ്ടപ്പോൾ അത് പെട്ടെന്ന് എടുക്കാതെ നിധി തിരികെ മൂടിവെച്ച് തൻ്റെ സർവസ്വവും വിറ്റ് ആ വയൽ തന്നെ വിലയ്ക്ക് വാങ്ങുന്നത്. യഹൂദന്മാരുടെ മനസ്സിൽ ഈ ചിത്രം തികച്ചും ന്യായാനുസൃതവും പ്രായോഗികവുമായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തെയാണ് ഈശോ പഠിപ്പിക്കലിനായി ഉപയോഗിക്കുന്നത്. യഥാർത്ഥ നിധി ഏതെന്ന് തിരിച്ചറിയാനാവാതെ
വ്യർത്ഥമായി അധ്വാനിക്കുന്ന യഹൂദ ശൈലികൾ ഉപേക്ഷിക്കണമെന്നും മറഞ്ഞു കിടക്കുന്ന നിധി കണ്ടെത്തി അത് സ്വന്തമാക്കണമെന്നും അവരുടെ കണ്ണുകളെ തുറപ്പിച്ചുകൊണ്ട് ഈശോ ഉദ്ബോധിപ്പിക്കുകയാണ്. അതാണ് ഈ ഉപമയുടെ ലക്ഷ്യം തന്നെ. സ്വർഗരാജ്യത്തെ വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിയോട് ഈശോ താതാത്മ്യപ്പെടുത്തുകയാണ്. നാം ജീവിക്കുന്ന നമ്മുടെ ലോകത്തിലും ലൗകിക സുഖങ്ങളുടെയും താൽക്കാലിക സന്തോഷങ്ങളുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രൗഢിയിൽ യഥാർത്ഥ സന്തോഷമായ ദൈവരാജ്യം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ദൈവവും ദൈവിക കാര്യങ്ങളും അപ്രസക്തമെന്ന് തോന്നിക്കുമാറ് ലോകത്തിൻ്റെ താല്പര്യങ്ങളും സുഖങ്ങളും നമ്മെ പിടിമുറുക്കുമ്പോൾ യഥാർത്ഥ സന്തോഷത്തിലേക്ക് തിരികെ എത്താൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഉണർത്തുപാട്ടാണ് ഇന്നത്തെ സുവിശേഷം. ദൈവരാജ്യത്തിൻ്റെ അമൂല്യ നിധികളും മുത്തുകളും യാതൊരു പോറലും കൂടാതെ ഭദ്രമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന വയലാണ് പരിശുദ്ധ കത്തോലിക്കാ സഭ. പരിശുദ്ധ കുദാശകളിലൂടെയും തിരുവചനങ്ങളിലൂടെയും ഈ നിധികൾ സഭ നമുക്കായി ഒരുക്കി തരുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലെ നിധി കണ്ടെത്തുന്ന തൊഴിലാളിയെപ്പോലെ ആത്മീയ ജാഗ്രതയുള്ളവരാകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഭൗതികതയുടെ പുകമറകൾ മാറ്റിവെച്ച് അതിൽ നിന്നും പുറത്തു ചാടി വിവേകത്തിൻ്റെ കണ്ണുകളോടെ ആ അമൂല്യ നിധിയെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ ദൗത്യം. നിധി കണ്ടു കഴിഞ്ഞാൽ മാത്രം പോരാ, അതിനെ പൂർണ്ണമായും സ്വന്തമാക്കാൻ പൂർവാധികം ശക്തിയോടെ പ്രയത്നിക്കണം. നമ്മുടെ സ്വാർത്ഥതയെയും ലൗകിക മോഹങ്ങളെയും സന്തോഷത്തോടെ വിറ്റഴിച്ചുകൊണ്ട് ആ ദൈവീക വയലിനെ നെഞ്ചിലേറ്റണം. ഇന്ന് ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ ഓട്ടത്തിനിടയിൽ യഥാർത്ഥ നിധി എനിക്ക് കണ്ടെത്താനായോ? അതോ അങ്ങനെ ഒരു അന്വേഷണത്തിന് പോലും പറ്റാത്ത വിധം എൻ്റെ ജീവിതം ഈ ലോകസുഖങ്ങളിൽ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ്? വലിയ നിധി നമ്മുടെ കാൽച്ചുവട്ടിൽ കിടന്നിട്ടും മറ്റു പലതിനും വേണ്ടി വ്യർത്ഥമായി അധ്വാനിക്കുന്നവരാണോ നാം? എനിക്കുള്ളതെല്ലാം, ഞാൻ ഈ ലോകത്തിൽ സ്വന്തമാക്കി എന്ന് കരുതുന്നതെല്ലാം വിറ്റഴിക്കാതെ യഥാർത്ഥ സമ്പത്ത് എനിക്ക് സ്വന്തമാക്കാനാവില്ല എന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് വരാം. രണ്ടാമതായി, സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യമെന്നാണ് ഈശോ പറയുന്നത്. ഇന്നത്തെ ഈ കാലത്ത് ഡയമണ്ട് എത്രമാത്രം വിലപിടിപ്പുള്ളതാണോ അത്രയും വിലയുള്ളതായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ മുത്തുകൾ അല്ലെങ്കിൽ രത്നങ്ങൾ യഹൂദർക്ക്. ചെങ്കടലിൽ നിന്നും പേർഷ്യൻ ഉൾക്കടലിൽ നിന്നും അങ്ങേയറ്റം ജീവൻ പണയം വെച്ച് അടിയിലേക്ക് പോയി ഊളിയിട്ടെടുത്തായിരുന്നു ഇവ ശേഖരിച്ചിരുന്നത്. 1-ാം നൂറ്റാണ്ടിലെ യഹൂദ റോമൻ ലോകത്തേക്ക് കണ്ണോടിച്ചാൽ മുത്തുകളും രത്നങ്ങളും കേവലം ഒരു അലങ്കാര വസ്തു മാത്രമായിരുന്നില്ല. സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും അപൂർവവും അമൂല്യവുമായിരുന്നു. അന്ന് ഈ യഥാർത്ഥ മുത്തുകൾ സ്വന്തമാക്കുക എന്നത് വലിയൊരു ഭാഗ്യം കൂടിയായിരുന്നു. അത് കൈവശം വയ്ക്കുക എന്നത് അന്നത്തെ സമൂഹത്തിൽ ഏറ്റവും വലിയ അന്തസ്സിൻ്റെയും പ്രൗഢിയുടെയും പ്രതീകമായിരുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ രത്നം സ്വന്തമാക്കിയവൻ സമൂഹത്തിൽ ഏറ്റവും മഹത്വമുള്ളവനായി കരുതപ്പെട്ടിരിക്കുന്ന ഒരു കാലവും കൂടിയായിരുന്നു. ഇന്നത്തെ ലോകത്തിൽ മനുഷ്യൻ തൻ്റെ അന്തസ്സും പ്രൗഢിയും അളക്കുന്നത് വസ്ത്രം, പണം, വീട്, സോഷ്യൽ മീഡിയയിലെ പ്രശസ്തി, ഉന്നത പദവികൾ എന്നിവ കൊണ്ടാണ്. എന്നാൽ ഇതെല്ലാം താൽക്കാലിക പ്രൗഢിയുടെ പുകമറകളാണ്. ബാഹ്യമായ ഈ തിളക്കങ്ങളൊക്കെ സമയത്തിൻ്റെ ഒഴുക്കിൽ മങ്ങിപ്പോകുന്നതാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. പരമമായ അന്തസ്സ് ആത്മാവിൽ കര പുരളാതിരിക്കുക എന്നതാണ്. ഒരു ക്രൈസ്തവൻ്റെ യഥാർത്ഥ അന്തസ്സ് ഭൗതിക സമ്പത്തിലല്ല, മറിച്ച് ദൈവരാജ്യമാകുന്ന സ്വർഗീയ സമ്പത്തിലാണ്. ലോകത്തിലെ എല്ലാ പ്രൗഢിയേക്കാളും അമൂല്യവും അന്തസ്സുറ്റതുമാണ് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുക എന്നത്. ഈ ഉപമയിലെ വ്യാപാരി വെറുമൊരു സാധാരണക്കാരനല്ല. അവൻ നല്ല മുത്തുകൾ തിരിച്ചറിയാൻ കഴിവുള്ള വിദഗ്ധനാണ്. അവൻ സാധാ കല്ലുകൾ കണ്ട് തൃപ്തനായില്ല. ഏറ്റവും ശ്രേഷ്ഠമായതിനായി അവൻ അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു. ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ വെറും ലൗകിക സുഖങ്ങളാകുന്ന സാധാരണ കല്ലുകളിൽ തൃപ്തരാകണോ, അതോ ദൈവീക സ്നേഹവും സത്യവും കാരുണ്യവുമാകുന്ന അമൂല്യ രത്നങ്ങൾ തേടണോ എന്ന വലിയ ഒരു ചോദ്യം ഉയരുകയാണ്. ഇന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട പ്രധാന ചോദ്യം ഇതാണ്: ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്തസ്സായി കരുതുന്നത് എന്തിനെയാണ്? ലോകത്തിൻ്റെ കാഴ്ചയിലെ വില കുറഞ്ഞ തിളക്കങ്ങളെയോ, അതോ സഭയിലൂടെയും വചനത്തിലൂടെയും കുദാശകളിലൂടെയും നമുക്ക് ലഭിക്കുന്ന ദൈവരാജ്യമാകുന്ന അമൂല്യ മുത്തിനെയോ? വിലയേറിയ ആ ഒറ്റ മുത്ത് കണ്ടപ്പോൾ അവൻ അതുവരെ ശേഖരിച്ച മറ്റെല്ലാ രത്നങ്ങളും തനിക്കുള്ള സർവസ്വവും സന്തോഷത്തോടെ വിറ്റഴിച്ചു. ദൈവരാജ്യം കണ്ടെത്താൻ പരിശ്രമിക്കുന്ന നമുക്കും മറ്റ് സുഖഭ്രമങ്ങളെ അത്രമേൽ എളുപ്പത്തിൽ മാറ്റി നിർത്താൻ സാധിക്കും എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ
ഈ രണ്ടാമത്തെ ഉപമയിലൂടെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈശോ മൂന്നാമതായി പറയുന്ന ഉപമ സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം എന്നാണ്. ഗലീലിയ കടലിലെ പ്രധാന ഉപജീവന മാർഗമായിരുന്നു മീൻപിടുത്തം. 2 പടകുകൾക്കിടയിൽ അല്ലെങ്കിൽ തീരത്തു നിന്നും വലിയൊരു വല വീശി കടലിൻ്റെ വലിയൊരു ഭാഗം ചുറ്റി വളച്ച് തീരത്തേക്ക് വലിച്ചെടുപ്പിക്കുന്ന രീതിയായിരുന്നു അത്. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കടലിലെ എല്ലാത്തരം ജീവികളും വലയിൽ കുടുങ്ങും. ലേവ്യരുടെ പുസ്തകം 11-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ അനുസരിച്ച് ചിറകും ചെതുമ്പലുമുള്ള മീനുകൾ മാത്രമേ യഹൂദർക്ക് ഭക്ഷിക്കാൻ പാടുള്ളൂ. അവയാണ് ശുദ്ധമായവ. ചെതുമ്പലില്ലാത്ത മീനുകളും മറ്റ് കടൽ ജീവികളും യഹൂദർക്ക് അശുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ കരയിൽ വല അടുപ്പിച്ച ശേഷം യഹൂദ മീൻപിടുത്തക്കാർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലി ശുദ്ധമായവയെ കുട്ടകളിലാക്കുകയും അശുദ്ധമായവയെ വെളിയിലേക്ക് എറിയുകയുമാണ്. യഹൂദരുടെ മനസ്സിൽ തികച്ചും ന്യായവും പ്രായോഗികവുമായ ഈ സാധാരണ ജീവിതക്രമത്തെ ദൈവരാജ്യത്തിൻ്റെ വലിയൊരു രഹസ്യവും ആത്യന്തികമായ അന്ത്യവിധിയുമാണ് ഈശോ വെളിപ്പെടുത്തുന്നത്. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നത് അളവറ്റ സ്വാതന്ത്ര്യമാണ്. സകലവിധ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന വലിയൊരു കടൽ പോലെയാണ് ഈ ലോകം. എല്ലാവർക്കും വാതിൽ തുറന്നിടുന്ന ഒരു വല. ആ വലിയ വലയിലേക്ക് നല്ല മീനുകളും ചീത്ത മീനുകളും ഒരുപോലെ കയറുന്നത് പോലെ ദൈവം തൻ്റെ കാരുണ്യത്തിൻ്റെ വല എല്ലാവർക്കുമായി വിരിച്ചിരിക്കുന്നു. നല്ലവർക്കും തെറ്റു ചെയ്യുന്നവർക്കും ഒരുപോലെ ജീവിക്കാനും വളരാനുമുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകുന്നുണ്ട്. തിരുവചനത്തിലൂടെയും കുദാശകളിലൂടെയും സഭയുടെ പ്രബോധനങ്ങളിലൂടെയും ദൈവം അനേകം നല്ല വഴികൾ മനുഷ്യർക്ക് മുന്നിൽ തുറന്നു കൊടുക്കുന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വഴികളൊന്നും തിരിച്ചറിയാനാവാതെ ദൈവം എന്നെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ എന്നെ ബാധിക്കുന്ന പോലുമില്ല എന്നും എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമില്ല എന്നും അഹങ്കരിച്ച് സ്വാർത്ഥതയിലും തിന്മയിലും മാത്രം ജീവിച്ച് വളരുന്ന മനുഷ്യരും ഇക്കാലത്തുണ്ട്. അവരുടെ വഴികളൊന്നും തടയപ്പെടുന്നില്ല. എന്നാൽ ഈ സ്വാതന്ത്ര്യം അനന്തമല്ല, അതിന് നിശ്ചിതമായ ഒരു അതിർത്തിയുണ്ട്. ഇത് സുവിശേഷം ഓർമ്മിപ്പിക്കുന്ന കടൽ തീരത്തെ വേർതിരിക്കലാണ്. ലോകാവസാനത്തിൽ മാലാഹമാർ വന്ന് നീതിമാന്മാരുടെ ഇടയിൽ നിന്നും ദുഷ്ടന്മാരെ വേർതിരിക്കും. ദൈവത്തിൻ്റെ വഴികളെ നിരസിച്ച് തിന്മയുടെ വഴിയിൽ ജീവിക്കുന്നവർക്ക് അന്ന് വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വരും. ദൈവത്തിൻ്റെ ആത്യന്തിക നീതിയിൽ അവർ പുറന്തള്ളപ്പെടും. സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്: ഈ ലോകമാകുന്ന കടലിൽ ദൈവം തൻ്റെ സുവിശേഷമാകുന്ന വല വീശിയിരിക്കുന്നത് സകലരെയും രക്ഷിക്കാനാണ്. എന്നാൽ ആ വലയ്ക്കുള്ളിൽ കിടക്കുമ്പോഴും തൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ തയ്യാറാകാത്തവർ തീരത്തടുക്കുമ്പോൾ ദൈവീക നീതിയാൽ പുറന്തള്ളപ്പെടും. പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം ഇപ്പോൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിൻ്റെ വലയ്ക്കുള്ളിലായിരിക്കുക എന്നത് ഒരു ഭാഗ്യമാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം നാം രക്ഷപ്പെടുകയില്ല. പരിശുദ്ധ സഭയിലൂടെ അവൻ തുറന്നു തന്ന തിരുവചനത്തിൻ്റെ വഴികളിലൂടെ നടന്ന് അനുദിനം ജാഗ്രതയോടെ പ്രയത്നിക്കാൻ നാം തയ്യാറാകണം. നമുക്കും എല്ലാം വിറ്റ് നല്ല വയലുകൾ വാങ്ങാം. സ്വർഗരാജ്യമാകുന്ന വിലയേറിയ രക്തം സ്വന്തമാക്കാം. തീരത്തണയുമ്പോൾ അവൻ നമ്മെ തൃക്കരങ്ങളിൽ ചേർത്ത് പിടിക്കട്ടെ. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.